പ്രണമ്യം സർവലോകേശം ദേവദേവേശ്വരം ഗവിം ജ്യോതിശാസ്ത്രം പ്രവക്ഷ്യാമി സർവശാസ്ത്രസമാകൃതം. നമുക്കിവിടെ ഇന്ന് നമ്മൾ പറയാനുദ്ദേശിക്കുന്നത് നമ്മുടെ ശനിയുടെ മാറ്റമാണല്ലോ പൊതുവെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ശനി 2025 മാർച്ച് മാസം 29 രാത്രി 10:40 ഈ ഗ്രഹം കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പകരുകയാണ്. അപ്പോൾ ഈ ശനിയുടെ മാറ്റം, വ്യാഴൻ്റെ മാറ്റം, ഇതൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് കൂടുതലും ചർച്ചകളാകുന്നത്. കാരണം ആ ഗ്രഹങ്ങൾ, വിശേഷിച്ചും രാഹുകേതുക്കളുടെ മാറ്റങ്ങൾ, അപ്പോൾ ശനി ഒരു രാശിയിൽ വന്നാൽ 2.5 വർഷം നിൽക്കും എന്നുള്ളത് കൊണ്ടും വ്യാഴം 1 വർഷവും രാഹുകേതുക്കളൊക്കെ 1.5 വർഷവും നിൽക്കും എന്നുള്ളതാണ്. അതാണ് കൂടുതലും ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 2.5 വർഷം നിൽക്കുന്ന ശനി ഓരോ രാശിക്കാർക്കും ഇനി വരാൻ പോകുന്ന ശനി മീനൻ രാശിയിലേക്ക് പകരുമ്പോൾ എന്തൊക്കെയാണ് അവർക്കുണ്ടാകുന്നത്? കണ്ടകശനിയാണോ, ഏഴരശനിയാണോ, അതല്ല ജന്മശനിയാണോ എന്നൊക്കെയുള്ള ജിജ്ഞാസ പലർക്കും ഉണ്ടാക്കാം. എന്തുകൊണ്ടും നമുക്ക് ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ശനിയുടെ മാറ്റം വരുമ്പോൾ ഇത്ര നമുക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒരേ കണക്ക് തന്നെ ശനി കണ്ടകനായിട്ട് വന്നാൽ, ഏഴനായിട്ട് വന്നാൽ അത് ഒരേ കണക്ക് ദോഷം ചെയ്യണമെന്നില്ല. എന്നാൽ ഇത് ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം, ഇന്നിപ്പോൾ ഏഴര ശനിയൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലർക്കെല്ലാം വളരെ നല്ല അതിൻ്റേതായ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ അതേ കണക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു സബ്സിഡി തന്നു പോകുന്നെങ്കിൽ 2 കാരണങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ശനി നമുക്ക് ഇപ്പോൾ കുംഭൻ രാശിയിലും ഒരു മൂലക്ഷേത്ര ബലത്തിലാണ് ഈ ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി ഞാൻ മേടം മുതൽ കർക്കിടകൻ രാശി, ചിങ്ങൻ രാശി വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പറയുന്നത് കന്നിരാശിയുടെ ഫലമാണ്. അപ്പോൾ കന്നിരാശിയിൽ ശനിക്ക് ഇനി വരുമ്പോൾ, കന്നിരാശിക്ക് ശനി 7ലേക്കാണ് ഇനി വരുന്നത്. 7 വരുമ്പോൾ അത് കണ്ടകശനിയായിട്ട് മാറുന്നുണ്ട്. അതൊന്ന്. അപ്പോൾ ആ ശനി കണ്ടകനായിട്ട് വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് പൊതുവെ നോക്കാം. 7ലാണ് ശനി, ഗമനാഗമന സ്ഥാനത്താണ് പോവുക, വരിക, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലാണ് ശനിയുടെ സ്ഥിതി വരാൻ പോകുന്നത്. അങ്ങനെ ആ ശനി നിന്നാൽ ചില കാര്യതടസ്സങ്ങളും പ്രതിബന്ധങ്ങളും, ആത്മദുഃഖവും, ഭാര്യാക്ലേശവും, അല്ലെങ്കിൽ ബന്ധുവഴിയിലുണ്ടാകുന്ന ക്ലേശങ്ങളും, സാമ്പത്തിക നഷ്ടങ്ങളും, തൊഴിൽപരമായിരിക്കുന്ന വിഷമതകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് സംഭവിക്കാം. വിശേഷിച്ചും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സഹവർത്തികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളും ക്ലേശമൊക്കെ അനുഭവിക്കപ്പെടേണ്ടുന്ന ഒരു കാലമായിരിക്കും അത്. വിശേഷിച്ചും വ്യവഹാരങ്ങളിലൊക്കെ ചെന്നുപെടുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അടുത്ത് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും നിൽക്കുന്നവരുടെ വിരോധങ്ങൾ നമ്മൾ സമ്പാദിക്കേണ്ടി വരാം. ഭൂമി സംബന്ധമായ കൈമാറ്റങ്ങളും ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത് ഒക്കെ ശ്രദ്ധിക്കുക. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഈ ദോഷങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെയാണ് കണ്ടകശനിയുടെ ഫലങ്ങൾ നമുക്ക് പറയുന്നത്. അപ്പോൾ വിദേശങ്ങളിൽ പോകുന്നതും ജോലി അന്വേഷിക്കുന്നതും ഇപ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ആ അറിവുള്ളവരുമായിട്ട് ചോദിച്ചു പോകുക. എന്തായാലും ജീവിത പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടത്ര രീതിയിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തുകൊള്ളണം. അവിടെ പോയിട്ട് നമുക്ക് ചിലർ ഈ കണ്ടകശനി സമയത്തങ്ങളിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ചാടാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് ഈ മാർച്ച് ആ പറയുന്ന ശനിയുടെ മാറ്റം കഴിഞ്ഞിട്ടാകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോഴതുണ്ടാകാൻ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശനി 2.5 വർഷം എന്ന് പറഞ്ഞാൽ 30 മാസമാണല്ലോ ശനി നിൽക്കുക. ഈ 2.5-30 മാസവും ഒരേ കണക്ക് ശനി ദോഷം ചെയ്യുമോ എന്നൊക്കെ ചിന്തിക്കാൻ ചിലർക്ക്. പക്ഷേ അങ്ങനെയല്ല. കൂടുതലും വരുന്ന രവിസുത ശശിനോ വിനിർഗമസ്തോ എന്നുള്ളത് കൊണ്ട് ആ രാശിയിൽ നിന്ന് പോകുന്ന കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ചെയ്യാൻ സാധ്യത. ഇപ്പോഴും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടകശനി, ഏഴരശനിയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവസാന കാലങ്ങളിലായിരിക്കും അത് കൂടുതൽ ദോഷത്തിലേക്ക് കാരണമായിട്ട് വരിക. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും രാഹു എന്നൊരു ഗ്രഹവും ഇപ്പോഴിവിടെ ഈ പറയുന്ന രാശിയിലുണ്ട്. മീനൻ രാശിയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. പക്ഷേ ശനി ചെന്ന് അടുത്ത മാസം തന്നെ ഈ രാഹു ഗതകളുടെ രാശിയിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ആ രാഹുവിൻ്റെ മാറ്റം 6ലേക്കാണ്. അത് ദോഷമല്ല. അപ്പോൾ ശനി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള വീഡിയോ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ജൂൺ മാസം 7-ാം തീയതി ശനി ചൊവ്വ അത് ഇവിടുന്ന് ചിങ്ങൻ രാശിയിലേക്കും, ചിങ്ങൻ രാശിയിൽ നിന്ന് പോയിട്ട് ജൂലൈ മാസം 28-ാം തീയതി ഇവിടുന്ന് കന്നിരാശിയിലൊക്കെ പകരുന്നത് കൊണ്ട് ഈ രാശി നിൽക്കുമ്പോൾ അത് ചൊവ്വ ശത്രുഗ്രഹമാണ്. ശനിയുമായിട്ടുള്ള ഒരു ബന്ധം ശത്രുവാണ്. ആ ശത്രുഗ്രഹത്തിൻ്റെ ദൃഷ്ടി അവിടെ വരുന്നത് ഒരു ദോഷമാണ്.
രണ്ടാമത് കന്നിരാശിയിൽ വന്നിരുന്നാലും ആ കന്നിരാശി അഗ്നിമാരുത സംയോഗം ദൃഷ്ടിയും ശുഭമല്ലപ്പോൾ അത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ അഗ്നിമാരുത യോഗ ദൃഷ്ടി ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കന്നിരാശിയിൽ നിൽക്കുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ പകുതിയുമാണ് ഈ കന്നിക്കൂറ് എന്ന് പറയുന്നത്. ആ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചൊവ്വ 12 വരും, 12 നിന്ന് നേരെ ആ ജന്മരാശിയിലേക്കും വന്ന് ഈ ശനിയുമായിട്ട് വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ദോഷകാരങ്ങൾ കൂടാനുള്ള സാധ്യത, മേൽപ്പറഞ്ഞ ദോഷങ്ങൾ കൂടാനുള്ള സാധ്യതയും ശരീരത്തിന് ക്ഷതവും മറ്റുമൊക്കെ വരാനുള്ള യോഗവും ഒക്കെ ആ സമയത്ത് കൂടുതലാണ്. എന്തായാലും കന്നിരാശിയെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധാപൂർവ്വം നീങ്ങുക. എല്ലാവർക്കും ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഈ കന്നിരാശി ജനിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളെ ജാതകത്തിൽ വരുന്നതായ ചില മാറ്റങ്ങൾ, ഗ്രഹസ്ഥിതികൾ, ജന്മം കൊണ്ട് കിട്ടുന്നതായ ചില ഗുണവിശേഷങ്ങൾ ജാതകത്തിൽ അധിഷ്ഠിതമായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും നടക്കുന്ന ദശാകാലങ്ങൾ ഒരുപക്ഷെ എന്താണ്, ശനി ഒരുപക്ഷെ യോഗകർത്താവായിട്ട് നടക്കുന്ന സമയമായിരിക്കാം, ശശമഹായോഗകർത്താവായിട്ടോ അല്ലെങ്കിൽ ഉച്ച ബലവാനായിട്ടോ 3, 6, 10, 11 ഭാവങ്ങളിലോ അതല്ലെന്നുണ്ടെങ്കിൽ നല്ല വർഗ്ഗബലത്തോടു കൂടിയൊക്കെ ശനി ജാതകത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ കണ്ടകശിന് ദോഷം വന്നാൽ ചിലപ്പോൾ അല്പം സബ്സിഡി ഇട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയും കൂടിയൊക്കെ അത് വരാം. അതുകൊണ്ടാണ് ചിലവരെ സംബന്ധിച്ചിടത്തോളം ആ കണ്ടകശിനി വളരെ ദോഷം ചെയ്യാതെ പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണ് വരേണ്ട സാധ്യതകളും. അപ്പോൾ ജന്മം കൊണ്ട് കിട്ടുന്നതായ അടിസ്ഥാന ഫലം, നല്ല ഫലങ്ങളുണ്ടെങ്കിൽ ചാരവശാൽ വരുന്ന ഫലങ്ങളെ കൂടുതലൊന്നും നമുക്ക് ബാധിക്കാതെ നാമമാത്രമായ ചില ഫലങ്ങൾ ചെയ്തുകൊണ്ട് അത് കടന്നു പോകാം. അതും കൂടി കണക്കിലെടുത്തുകൊള്ളുക. അപ്പോൾ ശനീശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷങ്ങൾ നമ്മൾ ഉണ്ടെന്നുള്ളത്. പിന്നെ അഗ്നി സംബന്ധമായ ദോഷങ്ങൾ, അതുപോലെ തന്നെ ഈ ചൊവ്വയെ സംബന്ധിച്ചോളം ശിരസ്, കണ്ടത്തിന് മുകളിലുണ്ടാകുന്ന അവയവങ്ങൾ, അതിലൊക്കെ ദോഷങ്ങളും, കണ്ടത്തിന് മുകളിലുണ്ടാകുന്ന അവയവത്തെയും കാലിനും വിശേഷിച്ച് ഇടത്തേക്കാലിനും ഈ ചില ദോഷങ്ങൾ വരാനുള്ള യോഗം ഒക്കെ ഉണ്ട്. ഇപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ശാസ്താവിനെ നല്ലവണ്ണം ഭരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. മന്നേത് ഭൂതനാഥാനാം എന്നുള്ള പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശാസ്താവിനെ നല്ലവണ്ണം ഭജിക്കുക. ശാസ്താക്ഷേത്രത്തിലെ ശനിയാഴ്ച ദിവസം പോയി നമ്മൾ അതിരാവിലെ, അതായത് 6:45, 7:45 ഇടയ്ക്കുള്ള സമയം, ഈ ഘട്ടങ്ങളിൽ വിശേഷിച്ച് കുറച്ച് കഴിയുമ്പോൾ 6:30 മുതൽ ചിലപ്പോൾ 7:30 വരെയൊക്കെ ആകാം. അപ്പോൾ ഉദയം എത്രയാണ്, ഉദയം മുതൽ 1 മണിക്കൂറുള്ള കാലഘട്ടമാണ്. അതായത് ശനിയാഴ്ച ദിവസം ശനിയുടെ കാലഹോരാ സമയം വരുന്ന ആ കാലഹോരാ സമയത്ത് ശാസ്താക്ഷേത്രത്തിൽ പോയി നീരാഞ്ജന, വിളക്ക്, പായസാർച്ചന, നെയ്പ്പായസം മുതലായിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുക. ശനീശ്വര വ്രതം, തലേദിവസം വ്രതം നിന്ന് കാര്യങ്ങൾ ചെയ്യുക. 5 പ്രദക്ഷിണം വരിക. ഇങ്ങനെയൊക്കെ ആണ് ശനീശ്വരന് കൂടുതലും പ്രാർത്ഥന. പിന്നെ അമ്പലത്തിൽ പോകാൻ നമുക്കൊരു പക്ഷേ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ശനീശ്വര മന്ത്രം കൊണ്ട് അതിനെ ഉള്ള പ്രാർത്ഥനാ കാര്യങ്ങൾ കൂടി ശനീശ്വര മന്ത്രം കൊണ്ട് നമുക്ക് കുറച്ച് ഒരു 10-21 ഉരു ജപിക്കാൻ, കാലത്തും വൈകിട്ടുമൊക്കെ നമുക്ക് 21, 27 ഉരുവൊക്കെ ജപിച്ച് അതും നമുക്ക് അതിൽ മുക്തി നേടാവുന്നതാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ശനിയുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടും സൽപ്രവർത്തികളെ കൊണ്ടും അനാവശ്യമായ കാര്യങ്ങൾ പോയി ഇടപെടാതെയും ഒരു സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ദിവസം മറ്റൊരു ഗ്രഹത്തിൽ പോയിരിക്കാതെയും കൂടുതൽ വിനോദയാത്രകൾ ചെയ്യാതിരിക്കുന്നതുമൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ദോഷം വരുന്ന കാലങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ദോഷങ്ങളൊന്നും കൂടാതെ ഒരു മിനിമം ഗ്യാരണ്ടിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇടവരുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് ഗുണഫലങ്ങൾ, ദോഷഫലങ്ങളൊന്നും കൂടുതൽ വരാതെ സന്തോഷകരമായിരിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കന്നിരാശിയുടെ ഫലത്തിൽ നിന്നും തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.